പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, അതീവ ഗുരുതരമായിട്ടുള്ള ഒരു വിഷയം എൻ്റെ പ്രേക്ഷകരോടും പ്രത്യേകിച്ച് പൊതുജനങ്ങളോടും ഈ സർക്കാരിനോടും ആവശ്യപ്പെടാൻ വേണ്ടിയിട്ടാണ്, പറയാനും വേണ്ടിയിട്ടാണ് ഞാനിന്ന് ഈ വീഡിയോയിലൂടെ ശ്രമിക്കുന്നത്. സുഹൃത്തുക്കളെ, അത് ഈ സ്വർണ്ണക്കൊള്ളക്കടത്ത് കേസിൽ അകപ്പെട്ടു പോയ, ഇരയാക്കപ്പെട്ട, ആ സ്വർണ്ണക്കള്ളക്കടത്ത് നടത്തിയ വമ്പൻ സ്രാവുകൾ ദുരുദ്ദേശപരമായി ആ സ്വർണ്ണക്കള്ളക്കടത്ത് നടത്തുന്നതിനിടയിൽ മനഃപൂർവ്വം ഉപയോഗിച്ച ഇരയാക്കപ്പെട്ട സ്വപ്ന സുരേഷ് എന്ന് പറയുന്ന ഒരു വനിതയ്ക്ക്, അവരിപ്പോൾ കേരളത്തിലാണ് താമസിക്കുന്നത് എന്നുള്ളത് കൊണ്ട് അവർക്ക് അടിയന്തരമായി പോലീസ് സംരക്ഷണം നൽകണം എന്നാണ് എനിക്ക് UDF സർക്കാരിനോട് ആവശ്യപ്പെടാനുള്ളത്. അവർക്ക് പോലീസ് സംരക്ഷണം നൽകണം എന്ന് അതിശക്തമായി ഞാൻ ആവശ്യപ്പെടാൻ കാരണം, അല്ലെങ്കിൽ അവരുടെ ജീവൻ അപകടത്തിലാവും എന്നുള്ളത് കൊണ്ടാണ്. അവരുടെ ജീവൻ അവർ കൊല്ലപ്പെട്ടാൽ പോലും അത്ഭുതമില്ല എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. അവർക്ക് പോലീസ്, കേരളത്തിലെ UDF സർക്കാർ പോലീസ് സംരക്ഷണം നൽകിയില്ല. സുഹൃത്തുക്കളെ, അവർ ബാംഗ്ലൂരിലായിരുന്നു വർഷങ്ങളായി താമസിച്ചുകൊണ്ടിരുന്നത്. അവരെ UDF സർക്കാർ അധികാരത്തിൽ വന്നുകൊണ്ടായിരിക്കണം അവരിപ്പോൾ കേരളത്തിലേക്ക് താമസം മാറ്റിയിട്ടുണ്ട്. എറണാകുളം ജില്ലയിലാണ് അവർ ജീവിക്കുന്നത്. അവരോടൊപ്പം സരിത്ത് എന്ന് പറഞ്ഞിട്ടുള്ള അവരുടെ ഒരു സഹപ്രവർത്തകനുണ്ട്. അവർക്കൊരു മകനോ മകളോ മറ്റോ ഉണ്ട്, സ്കൂളിൽ പഠിക്കുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കി. ഞാൻ അവരുമായിട്ട് പോയി ഇൻ്റർവ്യൂ ചെയ്തു. സുഹൃത്തുക്കളെ, എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, അവർക്ക് അടിയന്തരമായി ഈ സതീശൻ സർക്കാർ അല്ലെങ്കിൽ ആഭ്യന്തര വകുപ്പ് അവർക്ക് പോലീസ് സംരക്ഷണം നൽകണം, അല്ലെങ്കിൽ അവരുടെ ജീവൻ അപകടത്തിലാണ്. സുഹൃത്തുക്കളെ, നമ്മളൊന്ന് ആലോചിച്ച് നോക്കി, 2020 ഈ സ്വർണ്ണക്കള്ളക്കടത്ത് കേസ് വന്നതിനെ തുടർന്ന് ആണല്ലോ നമ്മൾ സ്വപ്ന സുരേഷിനെ കുറിച്ച് കേൾക്കുന്നത്. ആദ്യം നമ്മൾ സ്വപ്ന സുരേഷിനെ കുറിച്ച് കേട്ടപ്പോൾ അവർ ഇതിനകത്ത് പ്രധാനപ്പെട്ട ഒരു കഥാപാത്രമാണെന്നും അവർ വളരെ ക്രൂരയായ ഒരു സ്ത്രീയാണെന്നും അവരുടെ ഭാഷയിൽ പറഞ്ഞൊരു പെറ്റി സ്മഗ്ലറാണെന്നും വിദേശത്തു നിന്ന് ഇങ്ങോട്ടും വിദേശത്തേക്കും സ്വർണം കടത്തുന്ന ഒരു പെറ്റി സ്മഗ്ലറായിരുന്നു അവർ എന്നൊക്കെയാണല്ലോ നമ്മൾ മനസ്സിലാക്കിയത്. പക്ഷെ പിന്നീടാണ് അവരാരാണ്, അവരെന്താണ് ചെയ്തത്, അവരെങ്ങനെയാണ് ഇതിനകത്ത് കുരുക്കപ്പെട്ടത് എന്നത് പിന്നീട് നമ്മൾ വ്യക്തമായി മനസ്സിലാക്കി. അവരിൽ നിന്ന് തന്നെ വ്യക്തമായി നമ്മൾ മനസ്സിലാക്കി. അവരെനിക്ക് തോന്നുന്നത് എത്രയോ 1.5 മാസക്കാലം അവർ ജയിലിലായിരുന്നു. ആ ജയിലിൽ നിന്ന് പുറത്തു വന്ന അവരുടെ അനുഭവങ്ങൾ നമ്മുടെ മുന്നിൽ തുറന്നു വെച്ചു. അവരെന്താണ് ഉണ്ടായത് എന്ന് നമ്മളോട് തുറന്നു പറഞ്ഞു. അവരെങ്ങനെയാണ് ഇതിനകത്ത് ഉൾപ്പെട്ടത് എന്ന് നമ്മളോട് തുറന്നു പറഞ്ഞു. അവരെ ആരൊക്കെയാണ് ഇതിനകത്ത് കുരുക്കിയത് എന്ന് നമ്മളോട് തുറന്നു പറഞ്ഞു. അവരെന്താണ് എന്ന് അവർ പറഞ്ഞു. അവരുടെ സ്വകാര്യ കാര്യങ്ങൾ പോലും അവർ നമ്മളോട് പറഞ്ഞു. അവരെ കുരുക്കിയവരാരാണെന്ന് കേട്ടപ്പോൾ നമ്മൾ ഞെട്ടിപ്പോയി. കാരണം അധികാരത്തിൻ്റെ അകത്തളങ്ങളിൽ ഏറ്റവും ഉന്നതരായിട്ടുള്ള മുഖ്യമന്ത്രിയുടെ കുടുംബവും മുഖ്യമന്ത്രിയുടെ ഒപ്പം നിന്ന ശിവശങ്കരനും ഉൾപ്പെടെ അധികാരത്തിൻ്റെ ഉന്നതങ്ങളിലുള്ളവരാണ് അവരെ കുരുക്കിയതെന്നും അവരെ കൊണ്ടെന്താ ചെയ്യിപ്പിച്ചതെന്നൊക്കെ വളരെ വിശദമായി സ്വപ്ന സുരേഷ് എത്രയോ പ്രാവശ്യം നമ്മളോട് പറഞ്ഞു. സുഹൃത്തുക്കളെ, അവരേറ്റവും കൂടുതൽ ആർജവത്തോടുകൂടി, ഏറ്റവും കൂടുതൽ ഇച്ഛാശക്തിയോടുകൂടി, ഏറ്റവും കൂടുതൽ ധൈര്യത്തോടുകൂടി നമ്മളോട് പറഞ്ഞതെല്ലാം നമ്മൾ വിശ്വസിച്ചില്ലേ? കാരണം അത് ശരിയായിരുന്നു എന്ന് നമുക്ക് ഉറപ്പുണ്ടായി. അവർക്കൊരു ക്രെഡിബിലിറ്റി സമൂഹത്തിൽ ഉണ്ടായതെന്നുള്ളത് നമ്മൾ അനുഭവിച്ചറിഞ്ഞതാണ്. അവർ കഴിഞ്ഞ ദിവസം എന്നോട് ഇൻ്റർവ്യൂ ചെയ്തപ്പോൾ പറഞ്ഞത്, ഞാൻ നടത്തിയ പ്രവർത്തനത്തിൻ്റെയും കൂടെ ഭാഗമായിട്ടാണ് ഈ തെരഞ്ഞെടുപ്പിൽ വിജയമുണ്ടായത്. ഈ തെരഞ്ഞെടുപ്പ് വിജയം എനിക്ക് അവകാശപ്പെട്ടതാണ് എന്ന് പോലും അവർ കഴിഞ്ഞ ദിവസം ഞാൻ അവരുമായിട്ട് നമുക്ക് സംഭാഷണം നടത്തിയപ്പോൾ അവർ പറഞ്ഞു. എത്രയോ കാര്യങ്ങൾ അവർ നമ്മളോട് വിളിച്ചു. വിജയൻ്റെ അഴിമതി ഇടപാടുകൾ, വിജയൻ്റെ മകളുടെ അഴിമതി ഇടപാടുകൾ, വിജയൻ്റെ ഭാര്യയുടെ അഴിമതി ഇടപാടുകൾ, ശിവശങ്കരൻ്റെ അഴിമതി ഇടപാടുകൾ, പിന്നെ ശ്രീരാമകൃഷ്ണൻ്റെ അഴിമതി ഇടപാടുകൾ, അങ്ങനെ എത്ര കാര്യങ്ങൾ അവർ നമ്മളോട് വിളിച്ചു പറഞ്ഞു. അതെന്തെങ്കിലും തെറ്റാണെന്ന് ഇതിനുള്ളിൽ തെളിയിക്കപ്പെട്ടിട്ടുണ്ടോ സുഹൃത്തുക്കൾ? അവിടെ കഴിഞ്ഞ ദിവസം ജനം ചാനലിലെ അനിൽ നമ്പ്യാർ എങ്ങനെയാണ് വിജയൻ്റെ മകൾ ഇതെല്ലാം അഴിമതിവൽക്കരിച്ചെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, എല്ലാ ഇടപാടുകളും മോണിറ്റൈസ് ചെയ്തു, എല്ലാ ഇടപാടിൽ നിന്നും പണം ഉണ്ടാക്കി എന്ന് അവർ പറഞ്ഞു. എന്നെ ഇവിടെ ജോലിക്കെടുത്തു, ഏതോ ഒരു സ്ഥാപനത്തിൽ ജോലിക്കെടുത്തു. ഒരു ജോലി എനിക്കുണ്ടായിരുന്നില്ല. ആ സ്ഥാപനം തന്നെ കടലാ സ്ഥാപനമായിരുന്നു.
ആ സ്ഥാപനത്തിൽ എൻ്റെ ശമ്പളമായി കാണിച്ചത് 3.5 ലക്ഷം രൂപയായിരുന്നു. എനിക്ക് തന്നു 1.5 ലക്ഷം രൂപ, ബാക്കി കൊണ്ടുപോയി. അപ്പോൾ വിജയൻ്റെ മകളും വിജയനും കൂട്ടരും എല്ലാം കൂടി എന്ത് പ്രവർത്തനം നടത്തിയാലും അതെല്ലാം സാമ്പത്തികവൽക്കരിച്ചു, മോണിറ്റൈസ് ചെയ്തു. അങ്ങനെയാണ് അവർ പണം ഉണ്ടാക്കി പോയത് എന്നാണ് സ്വപ്ന സുരേഷ് അനിൽ നമ്പ്യാരോട് പറയുന്നത് കേട്ടത്. എത്ര ശക്തവും എത്ര വ്യക്തവും എത്ര അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധത്തിലും എത്ര കാര്യകാരണ സഹിതവുമാണ് അവർ നമ്മുടെ മുമ്പിൽ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നത് എന്നുള്ളത് നമ്മൾ കണ്ടില്ലേ? നമ്മൾ കണ്ടത് നമുക്ക് ഓർമ്മയില്ല. അവരെ ചതിയുടെ പത്മവ്യൂഹം എന്ന് പറഞ്ഞൊരു പുസ്തകം എഴുതി. ആ പുസ്തകത്തിൽ അവർ പറഞ്ഞ കാര്യങ്ങൾ ഒന്നും നിഷേധിക്കപ്പെട്ടിട്ടില്ല. എല്ലാം വലിയവരെ കുറിച്ചിട്ടാണ് അവർ പറഞ്ഞത്. വലിയ ഉന്നതരായിട്ടുള്ള രാഷ്ട്രീയ നേതാക്കന്മാരെ കുറിച്ച്, ഉദ്യോഗസ്ഥർ, ഒന്നും നിഷേധിക്കപ്പെട്ടിട്ടില്ല. അവർക്കെതിരെ ഒരു കേസും പോയിട്ടില്ല. അപ്പോൾ അവർ അപകടകാരിയാണെന്ന് കണ്ടുകൊണ്ട് അവരെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട്, അവരെ പീഡിപ്പിക്കാൻ വേണ്ടിയിട്ട് എത്രയോ ശ്രമങ്ങൾ ഇവിടെ നടന്നു. അവരെന്നോട് പറഞ്ഞു, സാർ ഞാൻ ഓരോ കോടതിയിൽ നിന്നും വേറൊരു കോടതിയിലേക്കും ഒരു പോലീസ് സ്റ്റേഷനിൽ നിന്ന് വേറൊരു പോലീസ് സ്റ്റേഷനിലേക്കും ഞാൻ ഓടിക്കൊണ്ടിരിക്കുകയാണ് എന്നവർ പറഞ്ഞു. കലാപം സൃഷ്ടിക്കുന്ന കേസ്, ഗൂഢാലോചന കേസ്, എത്ര കേസുകൾ. കഴിഞ്ഞ ദിവസം വിളിച്ചപ്പോൾ എന്നോട് പറഞ്ഞു, സാർ എനിക്ക് തിരുവനന്തപുരത്ത് വരണം, ഞാനും PC ജോർജും ചേർന്ന് ഗൂഢാലോചന നടത്തിയ ഒരു കേസിൽ ജാമ്യം എടുക്കണം, എനിക്ക് തിരുവനന്തപുരത്തേക്ക് വരണം എന്ന്. കഴിഞ്ഞ ദിവസം അവർ വന്ന് ലൈഫ് മിഷൻ കേസിൽ അവർ വിജിലൻസ് ആസ്ഥാനത്ത് നിന്ന് മൊഴി കൊടുത്തിട്ട്. അപ്പോൾ ആ തരത്തിൽ എത്ര ഭീകരമായിട്ടാണ് അവരെ പീഡിപ്പിച്ചത്. 12ഓളം കേസുകൾ അവർക്കെതിരെ ഉണ്ട് എന്നാണ് എന്നോട് പറഞ്ഞത്. അവരെല്ലാ തരത്തിലും അവരെ വേട്ടയാടി, അവരെ ഹരാസ് ചെയ്തു, അവരെ പീഡിപ്പിച്ചു. അവർക്ക് അവസാനം കേരളത്തിൽ നിന്ന് കേരളം വിട്ടു പോകേണ്ടി വന്നു. കാരണം അവർക്ക് ഒരു കുട്ടിയുണ്ട്, അവർക്ക് എങ്ങനെയും ജീവിക്കണ്ടേ. അവരുടെ ജീവിതം തന്നെ അപകടത്തിലാകുന്ന അവസ്ഥ വന്നപ്പോൾ കേരളത്തിൽ നിന്ന് അവർ വിട്ടുപോയി. അതിനിടയിൽ അവരെ കൊല്ലാൻ ശ്രമിച്ചതിനെ കുറിച്ചിട്ട് ഒന്നിലധികം അനുഭവങ്ങൾ അവർ പറഞ്ഞു. അവർ അനിൽ നമ്പ്യാരോട് പറയുന്നത് കേട്ടു കഴിഞ്ഞ ദിവസം. ഈ സംഭവം ഉണ്ടായപ്പോൾ തന്നെ അവരെ മറയ്ക്കാൻ വേണ്ടിയിട്ട് ശ്രമം നടത്തി. അവരുടെ ഫോൺ അവരുടെ കയ്യിൽ നിന്ന് മേടിച്ചുകൊണ്ട് പോയി. ഫോൺ മേടിച്ചുകൊണ്ട് പോകുന്നതിന് പകരം അവരാർക്കൊക്കെ വേണ്ടിയിട്ടാണോ ഈ വിഷയത്തിൽ ഈ സ്വർണ്ണക്കള്ളക്കടത്തിൽ ഇടപെടേണ്ടി വന്ന് അവരെ ന്യായീകരിക്കുന്ന ഒരു ഓഡിയോ സന്ദേശം അവരിൽ നിന്ന് റെക്കോർഡ് ചെയ്തെടുത്തു. അവരുടെ മൊബൈൽ ഫോൺ മേടിച്ചുകൊണ്ട് പോയി. അവരുടെ കുട്ടികളെ അവരിൽ നിന്ന് അകറ്റി. അവരെ കേരളത്തിന് പുറത്തേക്ക് കൊണ്ടുപോയി. അവരെ അന്ന് കൊല്ലാനായിരുന്നു തീരുമാനിച്ചത്. പക്ഷെ ഭാഗ്യവശാൽ അവരെ അറസ്റ്റ് ചെയ്യപ്പെട്ടു. സാർ ഞാൻ അറസ്റ്റ് ചെയ്യപ്പെട്ടുകൊണ്ടാണ് ഞാൻ ജീവനോടെ ഇരിക്കുന്നതെന്ന് അവരെന്നോടും പറഞ്ഞു. അല്ലെങ്കിൽ അന്ന് തന്നെ അവരില്ലാതായി പോയനെ. അവർ ആത്മഹത്യ ചെയ്താണെന്ന് പറഞ്ഞാൽ മതിയല്ലോ. ഇന്ന് കോവിഡ് കാലം മറ്റോ ആയിരുന്നു. ഇന്ന് അവരെ രക്ഷപ്പെടുത്തി കൊണ്ടുപോകാൻ ശ്രമിച്ചതിലൊക്കെ തന്നെ MR അജിത് കുമാറിനൊക്കെ വലിയ പങ്കുണ്ടെന്ന് നമ്മൾ പിന്നീട് കേട്ടു. അതിനുശേഷം ഒരു ഘട്ടത്തിൽ അവരെ ജയിലിൽ നിന്ന് ആശുപത്രിയിലേക്ക് കൊണ്ടുവന്നപ്പോഴത്തേക്ക് അവർക്ക് ഹൃദ്രോഗം വന്നു. ആശുപത്രി കൊണ്ടുവന്നു. ഹൃദ്രോഗം ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ആ കുഴപ്പമില്ല, ഞങ്ങൾ തിരിച്ചു കൊണ്ടുപോയിക്കൊള്ളാമെന്ന് പോലീസുകാർ പറഞ്ഞു. അവിടുത്തെ ഡോക്ടർമാരുടെ നിർബന്ധം കൊണ്ടാണ് അവർക്ക് ചികിത്സ കിട്ടിയത്. അല്ലെങ്കിൽ അവർക്ക് അന്ന് ഹൃദയസ്തംഭനം വന്ന് അവർ മരിച്ചു പോകുമായിരുന്നു. അപ്പോൾ 2-3 തവണ നേരിട്ടും അല്ലാതെയും അവരെ കൊലപ്പെടുത്താൻ വേണ്ടിയിട്ട് ശ്രമങ്ങൾ നടന്നു. അതുകൂടാതെ അവരെ പീഡിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം എത്ര പ്രാവശ്യം നടന്നു. ആ പീഡനത്തിലൂടെയൊക്കെ സ്ട്രെസ്സ് വന്ന് അവർ ഒരുപക്ഷെ അവരുടെ ജീവിതം അവസാനിക്കപ്പെടുമായിരുന്നു. ജയിലിൽ കിടന്നപ്പോഴത്തേക്ക് വലിയ തോതിലുള്ള സമ്മർദ്ദമല്ലേ അവരുടെ മേലിൽ പോലീസ് ഉദ്യോഗസ്ഥന്മാരും അല്ലാത്തുള്ളവരും ഭരണകൂടം എല്ലാം കൂടെ ചേർന്നിട്ട് ചെലുത്തിക്കൊണ്ടിരുന്നത്. വലിയ സ്ട്രെസ്സ് ഉണ്ടാക്കിക്കൊണ്ടിരുന്നു. അപ്പോൾ നേരിട്ടും അല്ലാതെയും പലതരത്തിൽ അവരെ കൊലപ്പെടുത്താൻ ഈ നിക്ഷിപ്ത താല്പര്യക്കാരെ, അഴിമതിക്കാരെ നിരന്തരം ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെയാണ് അവർ കേരളത്തിൽ നിന്ന് പോയത്. ഒരുപക്ഷെ കേരളത്തിൽ നിന്ന് പോയതുകൊണ്ടായിരിക്കാം അവരെ രക്ഷപ്പെട്ടത്. പിണറായി വിജയൻ ഇവിടെ ഭരിക്കുമ്പോൾ എന്തായാലും അവർ നിന്നു, അവർ പോരാടി, അവർ ഇച്ഛാശക്തിയോടുകൂടി അവരുടെ പോരാട്ടം തുറന്നു. എന്തായാലും UDF സർക്കാർ അധികാരത്തിൽ വന്നതിനെ തുടർന്ന് അവർ കേരളത്തിലേക്ക് തിരിച്ചു വന്നിരിക്കുകയാണ്. അവർ രഹസ്യങ്ങളുടെ ഒരു കൂടാരമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. രഹസ്യങ്ങളുടെ ഒരു ഭണ്ഡാകാരമാണ് സ്വപ്ന സുരേഷ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അവർ പറയുന്ന രഹസ്യങ്ങൾ സത്യങ്ങൾ ചുരുളഴിക്കുമ്പോൾ അതിൽ പ്രതിസ്ഥാനത്ത് നിൽക്കുന്നത് അഴിമതിക്കാരായിട്ടുള്ള വമ്പന്മാരായിരിക്കും എന്ന് നമ്മൾ ഓർക്കണം. അത് ഒരുപക്ഷെ പിണറായി വിജയനും കുടുംബത്തിലും മാത്രം ഒതുങ്ങണമെന്ന് നിർബന്ധമില്ല. അതിനപ്പുറത്തേക്ക് വരെ ഒരുപക്ഷെ പോയേക്കാം. അത് കാണിക്കുന്നത് അവർക്കെതിരെ ഒരു പിടി ശത്രുക്കൾ, അവർക്കെതിരെ ഈ പറഞ്ഞതുപോലെ ആയുധങ്ങൾ രാഗിക്കൊണ്ടിരിക്കുന്നുണ്ടാവും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പക്ഷേ ഇപ്പം അവരെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം UDF സർക്കാരിനുണ്ട്. ഇപ്പോൾ UDF സർക്കാരാണ് ഇവിടെ ഭരണത്തിലിരിക്കുന്നത്. ആഭ്യന്തരമന്ത്രി ആയിരിക്കുന്നത് രമേശ് ചെന്നിത്തലയാണ്. അതുകൊണ്ട് എനിക്ക് എൻ്റെ സുഹൃത്തു കൂടിയായ രമേശ് ചെന്നിത്തല എന്ന് പറയുന്ന ആഭ്യന്തരമന്ത്രിയോട് പറയാനുള്ളത്, സ്വപ്ന സുരേഷിന് സംരക്ഷണം ഒരുക്കേണ്ട ഉത്തരവാദിത്വം ഇവിടുത്തെ ആഭ്യന്തര വകുപ്പിനും ആഭ്യന്തരമന്ത്രിക്കുമാണ് എന്നാണ്.
അവർ ജീവനോടെ ഇരിക്കുമെന്ന് ഉറപ്പുവരുത്തേണ്ടത് ഇവിടുത്തെ ആഭ്യന്തര വകുപ്പിൻ്റെ ആഭ്യന്തരമന്ത്രിയുടെയും ചുമതലയാണ്. അതുകൊണ്ട് അവർക്ക് പോലീസ് സംരക്ഷണം കൊടുക്കണം എന്നാണ് എനിക്ക് കേരളത്തിലെ സർക്കാരിനോടും ആഭ്യന്തരമന്ത്രിയോടും ആവശ്യപ്പെടാനുള്ളത്. അതിന് ഒരു കാരണം എൻ്റെ മനസ്സിലുണ്ട്. അതിപ്പോൾ ഞാൻ പറയുന്നില്ല. ഒരു സംഭവം നടന്നത് കഴിഞ്ഞ ദിവസം ഒരു സംഭവം നടന്നത് ആകസ്മികമാണെന്നാണ് സ്വപ്ന സുരേഷ് വിശ്വസിക്കുന്നത്. പക്ഷേ അത് ആകസ്മികമാണോ എന്ന് എനിക്ക് സംശയമുണ്ട്. ആ സംഭവം എന്താണെന്ന് ഞാനിവിടെ പറയുന്നില്ല. എന്തായാലും ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. സ്വപ്ന സുരേഷിന് ഒരുപാട് കാര്യങ്ങൾ പുറത്ത് പറയാനുണ്ട്. ഒരുപാട് പേരുടെ പങ്കിനെ കുറിച്ചിട്ട് അവർക്ക് പറയാനുണ്ട്. അതെല്ലാം പറയാൻ അവർ തയ്യാറാണ്. പക്ഷേ അത് പറയുമ്പോൾ പലരുടെയും നിലനിൽപ്പ് തന്നെ അപകടത്തിലാകും എന്നുള്ളത് കൊണ്ട് അവർ സ്വപ്ന സുരേഷ് എന്ന് പറയുന്ന ആ ധീര വനിതയെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളിൽ അവർ ഏർപ്പെട്ട് തുടങ്ങിയിട്ടുണ്ടാവും എന്നുള്ള കാര്യത്തിൽ എനിക്കൊരു സംശയവും എന്നെ സംബന്ധിച്ചിടത്തോളം ഇല്ല. അവർ എറണാകുളത്ത് ഒരു സ്ഥലത്ത് അവരും അവരുടെ കൂടെയുള്ള സഹപ്രവർത്തകരായിട്ടുള്ള സരിത്തും അവരുടെ ഒരു കുട്ടിയുമായി കഴിയുകയാണ്, ഒരൊറ്റപ്പെട്ട് കഴിയുകയാണ്. അതുകൊണ്ട് അവരുടെ സംരക്ഷണം എത്രയും പെട്ടെന്ന് UDF സർക്കാർ ഏറ്റെടുക്കണം. അവർക്ക് എത്രയും പെട്ടെന്ന് പോലീസ് സംരക്ഷണം കൊടുക്കണം. അവർ ജീവിച്ചിരിക്കേണ്ടത് മലയാളികളുടെ എല്ലാം ആവശ്യമാണ്. എന്നാൽ മാത്രമേ വലിയ കൊള്ള നടത്തിയിട്ടുള്ള കൊള്ളക്കാർ ഈ പൊതുസമൂഹത്തിൻ്റെ മുന്നിലേക്ക് വരൂ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് ആഭ്യന്തരമന്ത്രി ശ്രീ രമേശ് ചെന്നിത്തലയോട് ഞാൻ ശക്തമായി ആവശ്യപ്പെടുന്നത്, ഒരു ഫെർവൻ്റ് ആയിട്ടുള്ള എൻ്റെ അപ്പീൽ എന്ന് പറയുന്നത്, സ്വപ്ന സുരേഷിന് എത്രയും പെട്ടെന്ന് പോലീസ് സംരക്ഷണം കൊടുക്കാൻ ഈ സർക്കാർ, സതീശൻ സർക്കാർ അല്ലെങ്കിൽ ആഭ്യന്തരമന്ത്രിയായിട്ടുള്ള രമേശ് ചെന്നിത്തല അതിനുള്ള നടപടികൾ ആരംഭിക്കണം എന്നാണ് എനിക്ക് ഈ അവസരത്തിൽ സൂചിപ്പിക്കാനുള്ളത്.